അസ്സലാമു അലൈക്കും ഗായ്സ്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയില്ലാത്ത നല്ലൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒന്ന് ഒരു 2-3 സെക്കൻഡ് ഓവനിൽ വെച്ച് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ നമുക്കൊന്ന് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് ആക്കിയിട്ട് വരാം. സ്റ്റീം ചെയ്ത ബ്രെഡിനെ നമുക്ക് ഇതേപോലത്തെ ഒരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊന്ന് പരന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോളർ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഇതാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് പണിയെടുക്കാൻ പറ്റും. ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നല്ല നേരിയതായിട്ട് തന്നെ കിട്ടും. കണ്ടല്ലോ, നല്ല നേരിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 6 ബ്രെഡും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലൊരു മൂടി വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 6 ബ്രെഡും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വരാം. അതെന്നിട്ട് അവിടെ മാറ്റി വെക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 കോഴിമുട്ടയാണ്, പുഴുങ്ങിയ കോഴിമുട്ട. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അത് പിന്നെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. ഇനി അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു വലിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ഒരു ക്യാപ്സിക്കോ പച്ചമുളക് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്നിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോന്നും ഇട്ടിട്ട് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് 1 സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടായി കിട്ടണം. ഓയിൽ ചൂടായാൽ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മസാലകളും പൊടികളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ചിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അല്ലാതെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് മാത്രം നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയി കിട്ടും. ഈ സവാളയുടെ നിറമല്ല ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടക്കൂട്ടും കൂടി ഇട്ട് കൊടുക്കുക. മുട്ട കഷ്ണങ്ങൾ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ആ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള മുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. 1 സ്പൂൺ മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഓയിലാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ ബ്രെഡിൻ്റെ ബാക്കി സൈഡൊക്കെ ഉണ്ടായിരുന്നില്ല, അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കളറിനും വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത്. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടിയും മല്ലിയിലയും മാത്രമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്താലും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി 1 സ്ലൈസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് മസാല ഇതിന് നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുത്താലും മതി. ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം പ്രസ് ചെയ്തിട്ടായിട്ട് അങ്ങനെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൊണ്ട് ഒന്ന് മുക്കിയിട്ട് ഒട്ടിച്ചെടുത്താൽ നല്ലവണ്ണം നിൽക്കും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. സാധാരണ പച്ചവെള്ളത്തിലാണ് മുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടി സൈഡ് ഇങ്ങനെ ഒന്ന് വിരൽ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട്, സൈഡിലൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 6 ബ്രെഡിന് 3 എണ്ണ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട ഞാനിപ്പോൾ 2 എണ്ണല്ല എടുത്തിട്ട് മസാല ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലോണം ഒരു 6 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കാം. 2 മുട്ടയ്ക്ക് 3 എണ്ണത്തിന് 1 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു കഷ്ണം മാത്രം ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് അലിഞ്ഞ് ചേരണം. ഇത് നമുക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിൽ വെച്ച് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റും വെറൈറ്റിയാണ്. ബട്ടറിൻ്റെ കുറച്ച് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ടാക്കി കൊടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും, ഒരു ഗോൾഡൻ കളർ, ബ്രൗൺ ആവേണ്ട, ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഈ സ്നാക്ക് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് അടുത്തുള്ളവർക്ക് ഒരു ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികളും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ എൻ്റെ ചാനലുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ.